ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണില്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ചെറിയൊരു ഐക്യ ഷോപ്പിങ്ങിനാണ് ഇറങ്ങിയിട്ടുള്ളത്. ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലുള്ള ഐക്യയിലേക്കാണ് നമ്മൾ പോണത്. ചെറിയ സാധനങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കിട്ടുമെന്നറിയില്ല, എന്തായാലും പോയി നോക്കാം. എന്തായാലും എല്ലാവരും കണ്ടോക്ക്. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇവിടെ എത്തി ഞങ്ങൾ അകത്ത് കയറിയുണ്ട്. അപ്പോൾ വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഓരോ ഭംഗികൾ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിന്ന് കുറച്ച് നേരം. ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇതൊക്കെ ഇങ്ങനെ നോക്കി ആസ്വദിച്ച് നിൽക്കാൻ തന്നെ ഒരു രസമാണ്. അങ്ങനെ അത്ര ഭംഗിയിലാണ് ഇവരിതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കളറായാലും ഓരോ ഫർണിച്ചറായാലും എല്ലാം നല്ല മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇവർ ഓരോ ഭാഗത്തും സെറ്റ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമായാലും ലിവിങ് റൂമായാലും കിച്ചണായാലും എല്ലാം ഓരോ സെക്ഷനാക്കിയിട്ട് നല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒട്ടുമിക്ക എല്ലാ ഫർണിച്ചറും റെഡി ടു അസംബിൾ ആണ്. ഈ സെറ്റ് ചെയ്ത് വെച്ച ഏതെങ്കിലും നമുക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, ഫർണിച്ചർ മാത്രമല്ല ഓരോ ഐറ്റംസും നമുക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അതിൻ്റെ ടാഗിലുള്ള നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതിൻ്റെ സെക്ഷനിൽ പോയിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇതൊരു ഡൈനിങ് സെക്ഷനാണ്. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ടേബിൾസും ചെയേഴ്സും ഒക്കെ പല കളേഴ്സിലും പല സൈസിലും ഒക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ സെറ്റ് ചെയ്ത് കണ്ട് തന്നെ നമുക്ക് ഓരോ ഐഡിയ കിട്ടും, എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു പുതിയൊരു ഐഡിയ നമുക്ക് കിട്ടും. പല ഹോം മേക്കേഴ്സിൻ്റെയും ഒരു ഫേവറേറ്റ് പ്ലേസ് തന്നെയാവും ഐക്യ. പ്രത്യേകിച്ച് എന്നെ പോലെ മേക്ക് ഓവർ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്. ഇത് കിഡ്സിൻ്റെ ഏരിയ ആണ്. അവരുടെ റൂം മാത്രമല്ല, അവരുടെ പ്ലേ ഏരിയ ആയാലും പ്ലേ കിച്ചനും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേ ഹൗസും ഒക്കെ പല ടൈപ്പിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അവർക്കുള്ള അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പല ടോയ്സ് വെച്ചിട്ടൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാം. ഈ സെക്ഷന് കിച്ചൺ പ്രൊഡക്ട്സ് ആണ്. ക്രോക്കറി ഐറ്റംസും ഗ്ലാസ് വെയേഴ്സും എല്ലാ ടൈപ്പും ഇവിടെ ഉണ്ട്. ഇത് ബെഡ്ഷീറ്റ്, കുഷ്യൻസ് അതിൻ്റെ ഒക്കെ ഒരു സെക്ഷനാണ്. നല്ല ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റും പല ടൈപ്പിലുള്ള ഡിസൈൻസൊക്കെ ആയിട്ടുള്ളതുണ്ട്. അതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഓരോ പ്രൊഡക്ട്സാണ് ഇവിടെ ഉള്ളത്. കണ്ടാൽ ഫുള്ള് നമുക്ക് വാങ്ങിക്കാനൊക്കെ തോന്നുന്നു, പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്ത് നടക്കുന്നതാണ്. അതുപോലെ തന്നെ ഹോം ആക്സസറീസ് ആയാലും ഓഫീസ് ആക്സസറീസ് ആയാലും അതിൻ്റെ ഒക്കെ ഒരു A to Z കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. വിചാരിച്ച സാധനങ്ങളൊന്നും ചിലത് കിട്ടിയില്ല. എന്നാലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിലെത്തിയിട്ട് ശരിക്കും കാണിച്ചു തരാം. ഇത് ലൈറ്റിൻ്റെ സെക്ഷനാണ്. ഇവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ലാംപ്സും ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും ഒക്കെ പല ടൈപ്പിൽ അവൈലബിൾ ആണ്.
ഇത് വാഷ് ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നല്ല പല കളറിലും പല സ്റ്റൈലിലും ഒക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹോം ഡെക്കർ ഐറ്റംസിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് വാൾ ഫ്രെയിം. അപ്പോൾ അതിൻ്റെ നല്ല ഡിഫറെൻറ്റ് കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സിൻ്റെ സെക്ഷനാണ്. ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്, പക്ഷെ കണ്ടാൽ നല്ല ഒറിജിനാലിറ്റി തോന്നിക്കും. ഇത് ഒറിജിനൽ പ്ലാന്റ്സ് ആണ്. അധികം ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇവിടെ കാണുന്നത്. നമ്മൾ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ അസംബിൾ ചെയ്യുന്ന ഫർണിച്ചറൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ടാണ് കളക്ട് ചെയ്യുക. അതിൻ്റെ ഒരു ഏരിയ ആണിത്. ഷോപ്പിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബില്ലാക്കിയിട്ട് പുറത്തിറങ്ങുകയാണ്. അപ്പം ഇനി ഇവിടുന്ന് ഫുഡും കൂടെ കഴിച്ചിട്ട് പോകാമെന്നാണ് പ്ലാന്. അതിന് ഐക്കേൻ്റെ തന്നെ റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഇനി കഴിച്ചിട്ട് വേഗം തിരിച്ചു പോവാണ്. എന്തൊക്കെ വാങ്ങിച്ചുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അധികമൊന്നുമില്ല, ചെറിയ ചെറിയ ഐറ്റംസാണ്. ഇങ്ങനത്തെ ഒരു 2-3 ഫ്രെയിം വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ ഒന്ന് ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. പിന്നെ ഇതൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്, കാൻഡിൽ, പിന്നെ ഒരു കാൻഡിൽ ഹോൾഡർ, പിന്നെ ഒരു സ്പൂൺ ഹോൾഡർ, പിന്നെ കുറച്ച് കപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള നല്ലൊരു കപ്പ് ഇഷ്ടമായപ്പോൾ കുറച്ച് വാങ്ങിച്ചതാണ്. പിന്നെ ഇതൊരു സ്റ്റാൻഡാണ്, ഇത് ഫിക്സ് ചെയ്യാണ്ട്. അപ്പോൾ വേറൊരു വീഡിയോയിൽ ഇതെന്തായാലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. പിന്നെ ഇങ്ങനത്തെ ഗ്ലാസ് ബൗൾസ് വാങ്ങിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് സൈസ് കിട്ടിയപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ സ്റ്റീലിൻ്റെ അങ്ങനത്തെ ഒരു മിക്സിങ് ബൗൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കുറേ ആയിട്ട് ഞങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നതായിരുന്നു, ഇപ്പോഴാണ് നടന്നത്. ഇനി കാര്യമായിട്ട് വേറെ ഒന്നുമില്ല, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു കണ്ടൻറ്റുമായിട്ട് കാണാം ഇൻഷാ അല്ലാ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.